ഈ ഇടയ്ക്ക് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ഡൽഹിയിൽ നിന്ന് വിനീത വിജിയും ബൽറാം നെടുങ്ങാടിയെ കൂടി ഇറക്കണം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്. അവർ ഓൾറെഡി ഫീൽഡിലുണ്ട് എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. അവരാണ് മിസ്സസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയുമായി നമുക്കൊപ്പം ചേരുന്നത്. കൊച്ചി പഴയ കൊച്ചിയല്ല, നമുക്കറിയാം. ചരിത്രവും ചീനവലകളും നിറഞ്ഞ കൊച്ചിയിൽ ഇക്കുറി മത്സരം ശക്തമാണ് താനും. കൊച്ചിയിലെ കാറ്റ് അനുകൂലമാകും എന്ന വിശ്വാസത്തിലാണ് ഇപ്പോൾ മൂന്ന് മുന്നണികളും തകൃതിയായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ കൊച്ചിയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ മിസസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയുടെ യാത്ര നമ്മൾ കൊച്ചിയുടെ നഗരമധ്യത്തിൽ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. കൊച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്, ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരിടം കൂടിയാണ്. ഇവിടെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ശേഷിപ്പുകളൊക്കെ, നമ്മുടെ ഗാമാപ്പള്ളിയൊക്കെ, വാസ്കോഡ ഗാമാപ്പള്ളിയൊക്കെ ഇതിന് സമീപമായിട്ടൊക്കെ ഉണ്ട്. അതെ, ഇവിടെ എത്തുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു പ്രധാന സന്ദർശന കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി. അതെ, അപ്പൊ നമുക്ക് ഇനി ഫോർട്ട് കൊച്ചിയുടെ വിശേഷങ്ങൾ അറിയാം, ഇവിടെയുള്ള ആളുകളുമായി സംസാരിക്കാം അല്ലെ? ഓക്കെ. രസമുണ്ട് അല്ലേ? നമ്മൾ ഈ ചിത്രങ്ങളിൽ മാത്രം കാണുന്ന അല്ലെ പഴയകാല സിനിമകളിലൊക്കെ കാണുന്ന ചീനവല ഇപ്പോഴും വളരെ ലൈവായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഫോർട്ട് കൊച്ചിയുടെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രം കൂടിയാണ് ഈ മേഖല. അപ്പൊ നമുക്കൊന്ന് അവിടെ പോവാം. എന്താ ചെയ്യുന്നത്? മീനൊക്കെ പിടിച്ചിട്ടുണ്ട് കുറെ. അതെ അതെ, നല്ല പിടപെടക്കുന്ന മീനൊക്കെ ഒന്ന് കാണാം. അതാ നല്ല പിടപെടക്കുന്ന മീനാണ്. ഇവിടെ ചീനവലയിട്ട് പിടിച്ചെടുത്തത്. ഇത് എങ്ങനെയാ കിലോയാണോ അതോ? കിലോ 500 രൂപയാണല്ലേ? നല്ല ഫ്രഷ് മീനാണ്. എല്ലാ ദിവസവും ഇവിടെ നടക്കുന്നുണ്ട്. ഫ്രഷ് മീൻ അല്ലേ? ഓക്കെ. രാവിലെ ഒരു 6 മണിയായപ്പോൾ തുടങ്ങിയാണ്. 6 മണിയായപ്പോൾ തുടങ്ങിയാണ്. നമുക്ക് വെള്ളത്തിന്റെ ഇതാണ് ഏറ്റവും ഇറക്കമുണ്ട് ഇവിടെ. ഏറ്റത്തിന്റെ സമയമാണ് നാളെ വാവാണ്. നാളെ 7 മണിയൊക്കെ കഴിയും. എന്നുവെച്ചാൽ വെള്ളം ഓടിയേക്കും. കൊച്ചിയിലെ ഇലക്ഷൻ ഒക്കെ വരികയാണല്ലോ, എങ്ങനെയാണ്? അത് കുഴപ്പമില്ല. ഇപ്പൊ LDF-ന് കൊള്ളാം. കൊള്ളാം. 10 വർഷം ഭരിച്ച് ഇനിയൊരു തുടർ ഭരണം കയറുന്ന പറയണം. അത് തന്നെ കയറും. പൊതുവെ ചേട്ടന്റെ കൂട്ടുകാരും എല്ലാരും അങ്ങനെയാണ്. അങ്ങനെ തന്നെ പറയണല്ലോ. ചേട്ടാ എങ്ങനെയാ ഇലക്ഷനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? LDF തന്നെ വരും. ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ പടിഞ്ഞാറൊക്കെ ചെയ്തിട്ടുണ്ട്. തെക്കുവശം വെള്ളം കയറുന്നതിന്റെ അതിന്റെ ഒക്കെ ഒരുപാട് അവര് ഓടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ എല്ലാരും സഹകരിക്കാനാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറയുമ്പോ ചെയ്തു തന്നെ ഉണ്ട്. ഇപ്പൊ ഈ ഓരോ കാര്യങ്ങൾ ഇപ്പൊ നമുക്കുള്ള കാര്യങ്ങളൊക്കെ അധികമില്ല, എന്നാലും മറ്റുള്ളവർക്കൊക്കെയാണ് കൂടുതൽ ബാധിക്കണത്. ഇങ്ങടൊക്കെ അധികം വെള്ളമോ ഇതൊന്നും ബാധിച്ചിട്ടില്ല. ഒരു ദിവസം ഏകദേശം എല്ലാവർക്കും പണിക്കൂലി മുതലാവും. അത് അങ്ങനെയല്ല, നമുക്ക് പണി വെള്ളത്തിലെ കാര്യമാണ് കേട്ടോ. ചിലപ്പോ ഇന്ന് 1000 രൂപ അടിച്ചിട്ടും ചിലപ്പോ 1500 ഇട്ടും. സന്തോഷമായിട്ടല്ല, പട്ടിണി ഇല്ലാണ്ട് പോവാ. കിട്ടാണ്ടിരിക്കൂല ഈ വെള്ളത്തിലെ കടല് നമ്മളെ ചതിക്കൂല. അത് തന്നെയാണ് ആശാലെ, കടല് നമ്മളെ ചതിക്കൂല. അപ്പൊ അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. തെരഞ്ഞെടുപ്പ് കാലത്തും അവര് ഭയങ്കര ആത്മവിശ്വാസത്തിലുമാണ്. ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ അറിയാനുണ്ട്. ബീച്ചിലേക്ക് എന്തായാലും തൽക്കാലം ഇവിടുന്ന് അങ്ങ് നീങ്ങാം. സവാരി ഗിരിഗിരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.